അല്പ ദിവസങ്ങൾക്ക് ശേഷം മുഹറം പിറക്കുകയാണ്, ദുൽഹജ്ജ് അവസാനത്തിലേക്ക് കടക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ ഉമ്മമാർക്കെല്ലാം ഭയങ്കര പേടിയാണ്. എന്തോ അപകടം പിടിച്ചൊരു മാസം വരാനിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഹദീസിൽ മുഹറത്തിനെ പരിചയപ്പെടുത്തി എങ്ങനെയാണെന്ന് നിങ്ങൾ ഷഹൂറുള്ള അള്ളാന്റെ മാസം. നമ്മളെ ഷിയാക്കളുടെ ഇടയിൽ, നമ്മളെ ഇടയിലുള്ള ഷിയാക്കളുടെ ഇടയിൽ അങ്ങനെ തന്നെ പറയണ്ട്. നമ്മളുടെ ഇടയിലുള്ള ഷിയാക്കളുടെ ഇടയിൽ മുഹറം ദുശ്ശകുനമാണ്, അപകടമാണ്, ബുദ്ധിമുട്ടിൻ്റെതാണ്. ഒന്നും തുടങ്ങാൻ പാടില്ല, കല്യാണം മംഗലമൊന്നും ഉറപ്പിക്കാൻ പാടില്ല, നടത്താൻ പാടില്ല. മുഹറം 10 കഴിഞ്ഞിന്റെ ആരെയും പറഞ്ഞ്, ബാക്കിയെല്ലാരെയും പറഞ്ഞ് ഓൻ തന്നെ പറഞ്ഞു, ബാക്കിയെല്ലാരെയും പറഞ്ഞ് ഓൻ തന്നെ ഇതും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഫ്ദലു സിയാമി ബഅദ റമളാൻ, അഫ്ദലു സിയാമി ബഅദ റമളാൻ ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്റുല്ലാഹിൽ മുഹറം. റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാന്റെ മാസമാകുന്ന മുഹറത്തിലെ നോമ്പാണ്. ശഹ്റുല്ലാഹ്, അള്ളാന്റെ മാസം. നമ്മളോ അപകടത്തിന്റെ മാസം. അതുകൊണ്ട് അന്ധവിശ്വാസം, അനാചാരങ്ങൾ, ഒരുപാട് ദുശ്ശകുനങ്ങൾ, ഇതിനൊന്നും തന്നെ പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഒരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. മാസം അങ്ങനെ കണ്ടാൽ, ഇങ്ങനെ കണ്ടാൽ, എങ്ങനെ കണ്ടാൽ, നേർക്ക് നേരെ കാണുന്ന നല്ലത്, ശരിയാന്ന്. ഇനി വല്ല മറവോട് കൂടി കണ്ടാൽ എന്താ? ഒരു പ്രശ്നവുമില്ല. കണ്ടുടങ്ങ് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഹൈലഹു അലൈനാ ബിൽ യംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് എന്ന പ്രാർത്ഥനയാണത്. അല്ലാഹുവേ, ഈ പിറവിയെ സുഭിക്ഷതയുടെയും സുരക്ഷിതത്വത്തിന്റെയും നിർഭയത്വത്തിന്റെയും മാസമാക്കി മാറ്റണമേ. എല്ലാ മാസവും, മുഹറം മാത്രല്ല, എല്ലാ മാസം കാണും അങ്ങനെ തന്നെ. റബ്ബി വറബ്ബുകല്ലാഹ്, എന്റെയും നിന്റെയും രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന പ്രാർത്ഥനയാണ് മാസപ്പിറവി കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. വേറെയും ചില പ്രാർത്ഥനകൾ ഹദീസിൽ കാണാം, അതിപ്പോ ഞാൻ പറയുന്നില്ല. ഇത് നമ്മൾ മനപ്പാഠം പഠിച്ചിങ്ങേറ്റ് പ്രാർത്ഥിക്കാം. റബ്ബി വറബ്ബുകല്ലാഹ്. അപ്പൊ ദുശ്ശകുനം വേണ്ട. പല അമ്പിയാക്കന്മാർക്കും അല്ലാഹു രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം.